الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ നാം എല്ലാവരും പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന് അതിരുകളും അതിർത്തികളും ഉണ്ട്. അല്ലാഹുവും അവന്റെ പ്രവാചകനും പരിശുദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ തന്നെ ആ ദീനിന്റെ അതിരുകളും അതിർത്തികളും നമുക്ക് വിശദീകരിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആ അതിർത്തികൾക്കപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന്റെ സമാനമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കുമൊക്കെ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെയും അതുപോലെ നമ്മുടെ ശരീരത്തെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ചില അതിർത്തികളും അതുപോലെ തന്നെ ചില പരിധികളും അല്ലാഹു വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ അവയവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വളർച്ചയ്ക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനത് വൈകല്യമാണ്, വികൃതമാണ്. നമ്മുടെ പല്ലുകൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്നു, പക്ഷെ ആ പല്ല് ക്രമാതീതമായി കൊണ്ട് വളർന്നാൽ എന്തായിരിക്കും മനുഷ്യന്റെ മുഖത്തിന്റെ അവസ്ഥ? നമ്മുടെ കൈകാലുകൾ വളർന്നിട്ടുണ്ട്, പക്ഷെ ഒരു സമയമെത്തിയാൽ ആ വളർച്ച നിൽക്കണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതിനൊരു പരിധിയുണ്ട് എന്നർത്ഥം. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിനും ചില അതിർത്തികളും വരമ്പുകളും പരിധികളുമുണ്ട്. സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, രീതി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് ആളുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് വെറുതെയല്ല.
അതിനപ്പുറത്തേക്ക് ആളുകൾ പോകാതിരിക്കാനാണ്. നമുക്കറിയാം, തോന്നുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ അനുവാദമില്ല, സമയമുണ്ട്. അതുപോലെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് റമദാനിൽ പ്രയാസമുണ്ട്, അതുകൊണ്ട് ശവ്വാലിൽ ഞാനൊരു മാസം നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും അതിന്റെ രീതികളും എല്ലാം കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഖുദു അന്നി മനാസികക്കും എന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്. സ്വല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെയാണ് നിങ്ങളും നമസ്കരിക്കേണ്ടത്. എല്ലാത്തിനും പ്രവാചകൻ അതിരുകളും വരമ്പുകളും വെച്ചിട്ടുണ്ട്. ആ അതിർത്തിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ഇസ്ലാമോടുകൂടി അവന് ജീവിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് കൃത്യമാണ്, ബൗണ്ടറി ഉണ്ട്, അതിർത്തികളുണ്ട്. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. എല്ലാം കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ച ഹദ്ദുകളെ അപ്പുറത്തേക്ക് പോകാൻ പരിശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇസ്ലാമിൽ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാകുന്നത്, ആ പുതിയ പുതിയ ആചാരങ്ങൾക്ക് പിന്നെ പരിധി നിശ്ചയിക്കാതെ അതങ്ങനെ പോകാൻ പ്രേരണയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ചില പരിധികളാണ്, അതിർത്തികളാണ്. ഫലാ തഅതദൂഹാ, ആ അതിർത്തികൾ നിങ്ങൾ ഒരിക്കലും ഭേദിക്കാൻ പാടില്ല. ആ അതിർത്തികൾ നിങ്ങൾ കടന്നതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി, അള്ളാഹുവിന്റെ അതിർത്തികൾ ആരെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവർ നല്ലവരാണ്, ഒരു നല്ലോണം നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവരാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ അപ്പുറത്തൊക്കെ പോയിക്കോളുന്നില്ല. ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്. അള്ളാഹ് പറഞ്ഞു കൊടുത്ത് നിൽക്കണം. റസൂൽ വരച്ച വരന്റെ ഇപ്പുറത്ത് നിൽക്കണം, അപ്പുറത്തേക്ക് ചാടാൻ പാടില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം സൂറത്ത് തൗബയിൽ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കാൻ. എന്താണ് വിശ്വാസികളുടെ ആളുകളുടെ സ്വഭാവം? അവർ നോമ്പ് നോൽക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാൻ, അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അള്ളാഹുവിന്റെ പരിധികളെ സൂക്ഷിക്കുന്നവരാണ് അവർ. അള്ളാഹ് നിൽക്കാൻ പറഞ്ഞു നിൽക്കും, പോകാൻ അവിടെ നിൽക്കുക, പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകാത്തവരാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ഇപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ പരിധിയില്ലാതെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. അള്ളയും റസൂലും വെച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ദീനാവുക. അല്ലെങ്കിൽ അത് ദ്വാലിമാണ്, അക്രമികളാണ്. അതുപോലെ തന്നെ മാത്രമല്ല സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവരാണ്. തിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തലാഖിൽ 1-ാമത്തെ ആയത്തിൽ പറയാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ പരിധികളാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ ഹുദൂദുകളെ, അള്ളാഹുവിന്റെ അതിർത്തികളെ ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ ഫഖദ് ളലമ നഫ്സഹു, അവൻ സ്വന്തം നഫ്സിനെ തന്നെയാണ് ദുൽമ ചെയ്തിട്ടുള്ളത്. ദീനോ അതുകൊണ്ട് പൊളിയൊന്നുമില്ല, അതല്ലെങ്കിൽ പിന്നെ ഇസ്ലാം ദീൻ അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. സ്വന്തം നഫ്സിനോട് തന്നെയാണ് അത്തരക്കാർ ദുൽമ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയത് ചെയ്യാനുള്ളതല്ല. അള്ളയും റസൂലും പറഞ്ഞതുപോലെ അതിന്റെ അളവും അത് തൂക്കവും അതുപോലെ തന്നെ എണ്ണവും രീതിയും സമയവും എല്ലാം കൃത്യമായി കൊണ്ട് ചെയ്യുമ്പോഴാണ് ഇസ്ലാം ആവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാനുള്ള ത്വര മുസ്ലിങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഇബ്ലീസിന്റെ പണി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം ആഗ്രഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, ദീനിൽ അതിര് കവിഞ്ഞു പോകുന്നതിന് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. അപ്പൊ ദീനിൽ അതിര് കവിയ, ദീന് കൂടിപ്പോയാ ദീൻ ഇല്ലാതാകുക ചെയ്യുക, അത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നല്ല കാര്യല്ലേ? എന്താ ഇപ്പൊ ചെയ്ത തെറ്റ്? റസൂൽ വഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, ദുനിയാവിൽ അതിര് കവിനെ പറ്റില്ല റസൂൽ പറഞ്ഞു, ദീനിൽ അതിര് കവിയുന്നതിന് സൂക്ഷിക്കണം. അപ്പൊ ദീനിൽ അതിര് കവിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലകും,
നിങ്ങൾക്ക് മുമ്പുള്ള ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പറ്റിയ പ്രശ്നം എന്താണ്? അവർ അള്ളാഹ് പറഞ്ഞു നിർത്തുന്നില്ല, അതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അതാണ് അവിടെ ഹലാക്കിന്, നാശത്തിന് കാരണമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഹദീസ് പ്രവാചകൻ എപ്പോഴാ പറഞ്ഞറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വേണ്ടി, ദുൽഹിജ്ജ 10 ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്ബാസിനെ കുറിച്ച് കല്ല് പൊറുക്കി കൊണ്ടുപോവാ, എനിക്ക് കല്ലെറിയാൻ കല്ല് പൊറുക്കി കൊണ്ടുപോവാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇൽമുള്ള സഹാബിയാണ്. അദ്ദേഹം ചെറിയ ചെറിയ കല്ലുകൾ പൊറുക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹാവുല, ഇങ്ങനത്തെ കല്ലുകൊണ്ടായി എറിയേണ്ടത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയ്യാക്കും വൽഗുൽവ ഫിദ്ദീൻ. അവിടെയാണ് പ്രവാചകൻ, ഇതൊരു കല്ലിന്റെ വലുപ്പത്തിൽ പോലും അതിര് കവിയാൻ പാടില്ല, വലിയ കല്ലെടുത്തെറിയാൻ പാടില്ല. പ്രവാചകൻ നിശ്ചയിച്ച ചെറിയ കല്ലുകൾ കൊണ്ടാണ് ജംറകളിലൊക്കെ എറിയേണ്ടത്. ഈ വിഷയത്തിൽ വരെ ഉലുവ് കാണിക്കുന്ന, അതിക്രമം കാണിക്കുന്ന, അല്ലെങ്കിൽ പരിധി വിടുന്ന ആളുകൾ വരും. അവിടെയാണ് പ്രവാചകൻ ആ ഹദീസ് പറഞ്ഞത്, ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചിട്ടുള്ള ഉലുവ് ഫിദ്ദീൻ, ദീനിൽ അതിര് കവിയ എന്നുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചതാണ്. മാത്രമല്ല, ദീന് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ പരിഗണിക്കുകയില്ല എന്ന്, എന്റെ ശഫാഅത്ത് അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. സിൻഫാനി മിൻ ഉമ്മത്തി ലാ തനാലുഹും ശഫാഅത്തി, എന്റെ ഉമ്മത്തിൽ 2 വിഭാഗം ആളുകൾ, അവർക്ക് എന്റെ ശഫാഅത്തിന് അർഹതയുണ്ടായിരിക്കുകയില്ല, എന്റെ ശഫാഅത്ത് അവർക്ക് കിട്ടൂല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവാചകന്റെ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ശഫാഅത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഉമ്മത്തിന് കാരുണ്യത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിക്കും ശഫാഅത്താണ്. അത് വലിയ സൗഭാഗ്യമാണ്. പക്ഷെ ആ സൗഭാഗ്യം എന്റെ ഉമ്മത്തിൽ രണ്ട് വിഭാഗം ആളുകൾക്ക് ഉണ്ടാകുമല്ലോ. ഒന്നാരാണ്? സുൽത്താനും ബലൂമുൻ ഖശൂം, അക്രമിയായ, അഹങ്കാരിയായ ഒരു ഭരണാധികാരി. അങ്ങനത്തെ ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും. അക്രമികളായ ആളുകൾ ഉണ്ടാകും, ഭരണാധികാരികൾ. അവർ ജബ്ബാരെ, പിന്നെ വലിയ കിബറന്മാരായിരിക്കും. അങ്ങനെയുള്ള അക്രമികളായ ആളുകൾക്ക് എന്റെ ശഫാഅത്ത് കിട്ടൂല. രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞു, വഗാലിം ഫിദ്ദീൻ, ദീനിൽ പരിധി വിടുന്നവർ, ദീന് കുറഞ്ഞു പോകൽ, ദീൻ ഓവറാകുക, ദീൻ ഓവറായിട്ട് പരിധി വിട്ടുപോകുക, അള്ളാഹു റസൂലും പറഞ്ഞോടത്ത് നിൽക്കാതെ അപ്പുറത്തേക്കാണ്ട് പോവന്നെ. അങ്ങനത്തെ ആളുകൾക്ക് എന്റെ ശഫാഅത്ത് കിട്ടൂല എന്ന് മാത്രമല്ല, യശ്ഹദു അലൈഹിം, പ്രവാചകൻ അവർക്ക് എതിരായിക്കൊണ്ട് പരലോകത്ത് സാക്ഷി നിൽക്കും. വയതബറഉ മിൻഹും, പ്രവാചകൻ അവരിൽ നിന്ന് ഒഴിവായി, ഞാനും ഇവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറയുമെന്നാണ് സ്വഹീഹ് ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ മാസം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോണതുകൊണ്ടാണ്. ഇസ്ലാമിൽ ആദ്യത്തെ കക്ഷി ആരാണ്? ഖവാരിജുകളാണ്. ഇസ്ലാമിൽ നിന്ന് ബിദ്അത്തിന്റെ വാദവുമായി കൊണ്ടുവന്ന് ഇസ്ലാമിൽ നിന്ന് ആദ്യത്തെ പുറത്തുപോയ കക്ഷി ഖവാരിജുകളാണ്. ഒരുപാട് ഹദീസിൽ പ്രവാചകൻ അവിടെ വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ഇതിന് തുടക്കം എവിടുന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗനീമത്ത് സ്വത്ത് ഓരി വെക്കുമ്പോൾ, ഇഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നിങ്ങൾ നീതി പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ വന്നു, ദുൽ ഖുവൈസിറ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ആ തല ഞാൻ എടുത്തോളാം. പ്രവാചകൻ വേണ്ട, തല എടുക്കണ്ട. എന്നിട്ട് പ്രവാചകൻ പറയാം, ഫഇന്നഹു സയകൂനു ലഹു ശിഅത്തുൻ, ഈ പറഞ്ഞ ടീമുണ്ട്, ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾക്ക് ചില കക്ഷികൾ ഇവിടെ വരാനുണ്ട് ദുനിയാവിൽ. യതഅമ്മഖൂന ഫിദ്ദീൻ, റസൂലുള്ളാഹിന്റെ പ്രയോഗം നോക്കണം. ഇവര് ദീൻ ഒഴിവാക്കി, ദീനൊന്നും ജീവിതത്തിൽ പാലിക്കാതെ നടക്കുന്ന ആൾക്കാരെന്നല്ല. യതഅമ്മഖൂന ഫിദ്ദീൻ, അവർ ദീനിൽ ഓവറാകുന്നവരാണ്, ദീനിൽ തഅമ്മുഖ് കാണിക്കുന്നവർ. അല്ലാഹു റസൂൽ നിൽക്കുന്നതിന് കുറച്ചുകൂടി അടിക്ക് പോയി, അല്ലാഹു റസൂലും പറഞ്ഞതിനൊക്കെ കുറച്ചുകൂടി മേപ്പെട്ട് പോയി. ഇവർ ദീൻ ഒഴിവാക്കുന്നവരാണെന്നല്ല, നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, അതുപോലെ സക്കാത്ത് കൊടുക്കാത്ത ഫാസിഖീങ്ങളെ നടക്കുന്നവരെന്നല്ല, ദീനുള്ളവരാണ്. പക്ഷേ യതഅമ്മഖൂന ഫിദ്ദീൻ, ദീനിൽ അവർ അതിരുക പിന്നെ ഓവറായി പോകുന്നവർ. ഹത്താ യഖ്റുജു മിൻഹു, അവൻ ഓവറായപ്പോൾ എന്തായി? ദീനിൽ നിന്ന് പുറത്തുപോയി. കമാ യഖ്റുജു സഹ്മു മിർ റമിയ, ഒരു വേട്ട മൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അവർ ദീനിന്റെ ഉള്ളിലേക്ക് കയറിയവരാണ്. പക്ഷെ എപ്പോ പുറത്തായി? എന്തുകൊണ്ട്? ഓവറായി പോയി. ഓവറാകരുത്. ഇത് ഇസ്ലാം പഠിപ്പിച്ച പിന്നെ കൃത്യമായ കാര്യമാണ്. ഏത് ബിദ്അത്തുകളും സഹോദരന്മാർ എങ്ങനെ ഉണ്ടാകുക? നല്ലത് വിചാരിച്ചിട്ടുണ്ടാകുക. പക്ഷെ ആളുകൾ വിചാരിക്കും നല്ലതല്ലേ, അതിനെന്താ കുഴപ്പം?
തിന്നുന്നില്ലല്ലോ, കള്ളുടിക്കും, വ്യഭിചരിക്കും, അതുപോലെ തന്നെ ആരാന്റെ മുതൽ കക്കുന്നില്ലല്ലോ. നല്ല കാര്യമില്ലേ? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക നല്ല കാര്യത്തിലൂടെ തന്നെ, നല്ല കാര്യത്തിന്റെ മറവിലാണ് ലോകത്ത് എല്ലാ ബിദ്അത്തുകളും ഉണ്ടായിട്ടുള്ളത്. കൂഫ പള്ളിയിൽ അബൂ മുസല്ല അശ്ശരിയും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബൈക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാരെ വട്ടട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 100 ഹല്ലുലൂമിയ എന്ന് പറഞ്ഞ 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി. ഓരോ പ്രാവശ്യവും ഓരോ കല്ല് കുഴിയിലേക്ക് ഇങ്ങോട്ടൊരു പുതിയ രൂപം ഉണ്ടാക്കി. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, സുബ്ഹാനല്ലാഹല്ലേ, അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം ചൊല്ലി നല്ലതല്ലേ? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മുസല്ല അശ്ശരിയും പള്ളിയിൽ അവരെ ആട്ടിപ്പായിപ്പിച്ചു എന്നാണ്. അവര് പറഞ്ഞു, മാ അർദിനിൽ ഖൈർ. അല്ല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഞങ്ങൾ ഒരു ഫിത്ന ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നവരെ ഫസാദാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 100 പ്രാവശ്യം ഒരു വട്ടട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു കല്ല് ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ ഖൈർ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ കക്ഷികളാണ് പിന്നീട് ഖവാരിജികളുടെ കൂടെ കൂടിയത് എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ പിഴവുകളും. കാരണം എല്ലാ നന്മകളും അള്ളാന്റെ റസൂലും അള്ളാഹുവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്കൊരു നന്മയും നമുക്ക് ആവശ്യമില്ല. അള്ളാഹ് റസൂലും പഠിപ്പിക്കാത്ത, അള്ളാഹ് റസൂലും അള്ളാന്റെ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത അതിനപ്പുറത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ജൂതന്മാർ അങ്ങനെ തന്നെ തെറ്റിപ്പോയത്. ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ ദേഷ്യപ്പെട്ടുകൊണ്ടല്ലോ ജൂതന്മാർ തെറ്റിപ്പോയത്. ഉസൈർ നബിയെ സ്നേഹിച്ച് തെറ്റിപ്പോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിച്ച് അവസാനം അവർ പറഞ്ഞു അള്ളാന്റെ പുത്രനാണ്. ഇങ്ങനെ തന്നെയാണ് സ്നേഹം അതിരുകവിയ അല്ലെങ്കിൽ അള്ളാഹ് റസൂലും പഠിപ്പിച്ചെടുത്ത് നിൽക്കാതിരിക്കുമ്പോഴാണ് നന്മയുടെ മറവിലൂടെ തന്നെയാണ് എല്ലാ പിഴവുകളും സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹ് അതുകൊണ്ടാണ് അഹ്ലു കിതാബിനോട് അള്ളാഹ് പറഞ്ഞ ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനിക്കും. അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാരെ നിങ്ങളുടെ ദീനിൽ അതിര് കവിയാൻ പാടില്ല. അള്ളാഹിനെ സംബന്ധിച്ച് നിങ്ങൾ മോശമായിട്ടൊന്നും പറയാൻ പാടില്ല. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തെ എല്ലാ ബിദ്അത്തുകളും വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന സംഭവം നമുക്കറിയാം. 3 ആളുകൾ വന്നു. പ്രവാചകന്റെ ആരാധനകളെ കുറിച്ച് അവർ അന്വേഷിച്ചു. അവർക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളും ദുആകളും. നമ്മളാണെങ്കിൽ കച്ചവടം കാര്യങ്ങളായിട്ട് നടക്കുകയാണ്, നമുക്ക് ഇബാദത്തില്ല. അള്ളാഹിന്റെ റസൂലിനാണെങ്കിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനാണ്. അപ്പൊ നമുക്ക് ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടി ഉഷാറാകണം. അതുകൊണ്ട് രാത്രി മുഴുവൻ നിസ്കാരം തന്നെ, അതുപോലെ തന്നെ എന്നും സുന്നത്ത് നോമ്പ് തന്നെ. എന്താണ് കുഴപ്പം? നോമ്പ് നോൽക്കണ്ടെന്നല്ല, നോമ്പ് നോൽക്കാനാണ് അവർ ആഗ്രഹിച്ചത്, നിസ്കരിക്കണം എന്ന് അവർ ആഗ്രഹിച്ചത്. റസൂലുള്ളാഹിക്ക് അത്രക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും പോരല്ലോ, ഇതിനേക്കാൾ കുറച്ചുകൂടി ഉഷാറാകണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ ചെയ്തത്? മാ ബാലു അഖ്വാമിൻ ഖാലു കദാ വകദ. റസൂലുള്ളാഹി വേഗം മിമ്പറിലേക്ക് കയറി എന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അവിടെ പോരാകണം, നിങ്ങളിങ്ങനെ നടന്നോളി കച്ചവടമായിട്ട് ഇങ്ങനെ എന്നാണോ പ്രവാചകൻ പറഞ്ഞു? മാ ബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകൾ ഖാലു കദാ വകദ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾ ഇന്ന് രാത്രി പിന്നെ സ്ത്രീകളുമായിട്ട് പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല, ഭാര്യമാർ പരിഗണിക്കൂല, നിസ്കാരം തന്നെ നിസ്കാരം, എല്ലാ ദിവസവും നോമ്പും എല്ലാ ഇബാദത്തുകളും, അല്ലാഹുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. പ്രവാചകൻ പറഞ്ഞു, വലാകിന്നി ഉസല്ലി വ അനാം, ഞാൻ രാത്രി നിസ്കരിക്കില്ല, രാത്രി ഉറങ്ങാറുണ്ട്. വഅസൂമു വഅഫ്തിർ, ഞാൻ പകൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്. വഅതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളുമായി കല്യാണം കഴിച്ച് അവരുമായി കൊണ്ട് ബന്ധപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ദീന്. എന്നെക്കാൾ നിങ്ങൾ ഓവറാകാൻ നോക്കണ്ട, ഞാൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് പോരാ, അതിനപ്പുറത്തേക്കും ചില ആളുകൾ അതിനപ്പുറത്തേക്ക് പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഓന് നല്ല ഉഷാറാണെന്നല്ല, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനൊരു പരിധി ഉണ്ട്, അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, പരിധി വിടാൻ പാടില്ല. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ ഇസ്ലാമാണ് പോകും. നമുക്കറിയാലോ, ഒരു ബൾബിന് കത്തുന്ന ഒരു വോൾട്ടേജിന് ഒരു പിന്നെ പരിധി ഉണ്ട്. വോൾട്ടേജ് കൂടിയാൽ എന്താ ഉണ്ടാകുക? തോനെ കത്തില്ല ചെയ്യുക, ബൾബാണ് അടിച്ചു പോവുക ചെയ്യുക. ഇതേത് കാര്യത്തിന് ഒരു ബലൂണിന് വീർക്കാവുന്ന പരിധിയുണ്ട്. അത് ഇസ്ലാമിന്റെ അങ്ങനെ ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വീർപ്പിച്ചാൽ അത് പൊട്ടിപ്പോകും, അല്ലാതെ തോനെ വീർക്കല്ല ചെയ്യുക. ഇസ്ലാം അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിനെല്ലാം അല്ലാഹുവും റസൂലും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാൽ സ്വർഗത്തേക്ക് നേരെ പോകും. അതിനപ്പുറത്തേക്ക് പോകാൻ നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സഹോദരന്മാരെ ഇത് റസൂലുള്ളാഹിന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യേണ്ട, അത് അല്ലാഹ് നിങ്ങൾക്ക് തന്നൊരു അളവാണ്.
അപ്പൊ ചില ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തൊരു ഇളവ് അത് സ്വീകരിക്കാൻ അവർക്കൊരു വൈമനിച്ചു. നബി, നിങ്ങളൊക്കെ ഒരുപാട് അമൽ ചെയ്യണില്ലേ, ഇത് നമ്മൾ ചെയ്യട്ടെ, നിങ്ങൾ ഇളവ് എടുക്കണില്ല, നമ്മൾ ഇളവ് എടുക്കണില്ല എന്ന് പ്രവാചകനോട് ചില സഹാബത്ത് പറഞ്ഞപ്പോ പ്രവാചകൻ അവർക്ക് താക്കീത് കൊടുത്തു. മാ ബാലു അഖ്വാമി യതനസ്സഹൂന അൻ ശൈഇൻ അസ്നഉഹു. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ ഇളവ് എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്ന ഇളവ് നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഓവറാകാൻ നോക്കണ്ട. ഫവല്ലാഹി ഇന്നി അഅലമുഹും ബില്ലാഹ് വഅശദ്ദുഹും ലഹു ഖശിയ. ഞാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹിനെ പേടിക്കുന്നതും ഏറ്റവും കൂടുതൽ അള്ളാഹിനെ ഭയപ്പെടും ഞാനാണ്. അതുകൊണ്ട് ഞാൻ നിന്നിടത്ത് നിൽക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സഹോദരന്മാര്. സ്നേഹവും അങ്ങനെ തന്നെയാണ്. പ്രവാചകനെ സ്നേഹിക്കണം, യാതൊരു സംശയമില്ല. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾക്ക് അപ്പുറത്ത് സ്നേഹിക്കണം. പക്ഷെ അതിനാരാണ് നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ളത്? റസൂൽ തന്നെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും മാതൃക ഉണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ പണ്ഡിതന്മാർ പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് മാത്രമേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. ഏത് കാര്യത്തിൽ? കാര്യം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കാര്യം പറയാതിരുന്നത്? എല്ലാ കാര്യത്തിലും റസൂലാണ് മാതൃക. അതുകൊണ്ടാണ്. കാര്യം എണ്ണി പറയാൻ കഴിയില്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ആരാധനയിലും ഭൗതികമായ വിഷയങ്ങളാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും അവന്റെ കച്ചവടമാണെങ്കിലും എല്ലാ കാര്യത്തിലും പ്രവാചകന്റെ മാതൃക. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കണേൽ ആരാ മാതൃക? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് മാതൃക. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. അവരുടെ ജീവിതത്തിൽ കൃത്യമായി അവർക്ക് പുലർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചത് അത് നല്ലതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചോദിച്ചാൽ, നമുക്ക് ഒരു ബൗണ്ടറി കെട്ടി പരിധി വെച്ച് കഴിഞ്ഞാൽ അതാണ് പരിധി. അപ്പുറത്തേക്ക് പോയതിന്റെ പരിധിയില്ല. ഒരു ബൗണ്ടറി കെട്ടിക്കഴിഞ്ഞാൽ, ഒരു ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വരന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വരല്ല, അവനെ ഒടുക്കും പോകും. അതുകൊണ്ടാണ് ഇപ്പൊ സംഭവിച്ച് നബിദിനാഘോഷം എന്ന് പറയുന്ന ബിദഅത്ത് ഉണ്ടാക്കി അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ബിദഅത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പോ ഇഷ്ടം പോലെ, അതിനപ്പോ യാതൊരു പരിധിയില്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് ഒന്നും പരിധിയില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ചില ആളുകൾക്ക് പരിധി വെക്കേണ്ടി വന്നു. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല, റാലി പോകുമ്പോ അങ്ങനെ കാട്ടണം, അങ്ങനെ കാട്ടത്തൊക്കെ ആര് വിധിച്ചാണ്? കാരണം പരിധി വിട്ടപ്പോ പിന്നെ പരിധി ഇല്ലാതെയായിപ്പോയി. പരിധി വിട്ട് കഴിഞ്ഞ പിന്നെ അപ്പുറത്ത് വേറെ പരിധിയില്ല. അത് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഏത് ബിദഅത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞു, കുല്ലു ബിദഅത്തുൻ ദലാല. ഏത് ബിദഅത്തും ദലാലത്താണ്. കാരണം ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പരിധി വിടലാണ്. അത് ദലാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താകുക? വക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ. പിന്നെ സ്വർഗത്തേക്കല്ല പോവുക. അത് പിന്നെ പരിധിയില്ലാതെ അങ്ങനെ പോയി അവസാനം നരകത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. കാരണം അതുകൊണ്ടാണ് ഒരു ബിദഅത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ആർക്കാ നിയന്ത്രിക്കാൻ കഴിയുക? 100 പ്രാവശ്യം ദിക്റുണ്ടാക്കി ഒരു ബിദഅത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ 101 ഉണ്ടാക്കി കഴിഞ്ഞ് 101 എന്താ കുഴപ്പം? അത് പിന്നെ 102 ആയാലും എന്താ കുഴപ്പം? 150 ആയാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ പരിധിയില്ലാതെ പോകും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നിന്നിടത്ത് നിൽക്കുക. അള്ളാഹും റസൂലും പഠിപ്പിച്ചെടുത്ത് അവിടെ നിന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും നന്മയായി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പല മാർഗങ്ങളും പ്രത്യേകിച്ചും വിശ്വാസികളിൽ പിശാച് പയറ്റിക്കൊണ്ടിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലും സൂറത്ത് നിസായിലും സൂറത്ത് ഫാത്തിറിലും ഒക്കെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. നമ്മളൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹു റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യാണ്, പക്ഷെ ആ കാര്യത്തിൽ ഒരു പ്രത്യേകമായ അനുഭൂതിയും പ്രത്യേകമായ ഒരു ആവേശവും ഒരു പ്രത്യേകമായ ആത്മനിർവൃതിയും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ട് ആ പ്രവർത്തനത്തെ അലങ്കാരമാക്കി കാണിക്കുക എന്നുള്ളത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ വലിയൊരു കാര്യമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞതാണ്. സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുക, സുയ്യിന ലഹും സൂഉ അമാലിഹിം. അവിടെ മോശമായ പ്രവർത്തനത്തെ അവർക്ക് നല്ലതാക്കി കാണിക്കുന്ന, ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം ബിദ്അത്തുകൾ മുഴുവനും മോശമാണ്.
റസൂലുള്ള പഠിപ്പിക്കാത്ത പ്രവാചകന്റെ ദീനിൽ ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുകൾ ഒന്നും നല്ലതല്ല. എല്ലാ ബിദ്അത്തുകളും കുല്ലു ബിദ്അത്തുൻ ളലാല. പക്ഷെ ആ ബിദ്അത്ത് ചെയ്യുമ്പോൾ അത് തിന്മയാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ആ തിന്മയെ നന്മയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ അതൊരു പ്രത്യേകമായ സുഖിനലോ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു സെയിൻ, ഒരു അലങ്കാരം പിശാച് ഉണ്ടാക്കിക്കൊടുക്കും. അതുകൊണ്ടാണല്ലോ പെരുന്നാളിനും അതുപോലെ തന്നെ മറ്റു ഈദുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. അതുകൊണ്ടാണ് അവർ എഴുതിയിട്ടുണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. അതെങ്ങനെ ഉണ്ടായതാ? 2 പെരുന്നാളുകൾ അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്, റസൂൽ അത് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആഘോഷങ്ങൾക്കില്ലാത്ത പൊലിമയും പൊങ്ങച്ചവും അല്ലെങ്കിൽ അതിന് പ്രത്യേകതയും ഒക്കെ എന്തുകൊണ്ട് വരുന്നു? ഇതാണ് പ്രത്യേകത. കാരണം ദീനുള്ളതിന് വലിയ താല്പര്യമൊന്നും ഇബ്ലീസ് കൊടുക്കൂല. അതിനെങ്ങനെങ്കിലും മുടക്കുണ്ടാക്കാനേ നോക്കുള്ളൂ. പക്ഷേ അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും വെറുപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള സെയിൻ, ഒരു അലങ്കാരം കൊടുക്കും. സൂറത്ത് ഫാത്തിർ അല്ലാഹ് പറയാണ്, അഫമൻ സുയ്യിന ലഹു സൂഅ അമലിഹി ഫർആഹു ഹസന. ഇത് മാത്രല്ല, ഒരു തിന്മ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ തിന്മയെ അവൻ അലങ്കാരമുള്ളതായി കാണുകയും മാത്രമല്ല ഫർആഹു ഹസനൻ, അത് തിന്മയാണെന്ന് മനസ്സിലാക്കുക, അതൊരു നന്മയായിട്ട് അവൻ മനസ്സിലാക്കുന്ന അല്ലാഹ് പറഞ്ഞു. അത് തിന്മയാണെന്നല്ല, താനീ ചെയ്യുന്ന തിന്മയെ അത് ഹസനായിട്ട് നല്ല കാര്യമായിട്ട് അവൻ മനസ്സിലാക്കുക. അതാണ് ഈ ബിദ്അത്തിന്റെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് സുഫിയാൻ സൗരിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്ത് ചെയ്യലാണ് ഒരു തിന്മ ഒരാൾ ചെയ്തതിനേക്കാൾ ഇഷ്ടമാണ്. കാരണം ഒരു തിന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ 100 രൂപ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ മനസാക്ഷിക്ക് കുത്തുണ്ടാവും. പഠിച്ചവനെ ശരിയല്ലല്ലോ, കുറച്ച് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ബിദ്അത്ത് ചെയ്താൽ അങ്ങനല്ല. ബിദ്അത്ത് പഠിച്ചവന്റെ കൂലി ഇട്ടാൻ വേണ്ടി ചെയ്തല്ലേ, ഇത് തിന്മയാണെന്ന് അയാൾ അറിയുന്നില്ല. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാന സഈദ് ഇബ്നു ജുബൈർ, അദ്ദേഹം താബിഈ പണ്ഡിതൻ, അദ്ദേഹം പറയാണ്, നസലത്ത് ഫി അസ്ഹാബിൽ അഹ്വാഇ വൽ ബിദ്അഇ, ബിദ്അത്തിന്റെ ആൾക്കാരെ പറ്റിയാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്, ബിദ്അത്ത് ചെയ്യുന്നവരെ പറ്റി. കാരണം എന്താ? അവർ ചെയ്ത് തിന്മയാണെന്ന് അറിയുന്നില്ല, മാത്രമല്ല ആ തിന്മ നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ്. ഇമാം ബഗവിയുടെ തഫ്സീറിൽ കാണാം, അഫമൻ സുയ്യിന ലഹു സൂഅ അമലിഹി ഫറൽ ബാത്തില ഹഖൻ, ബാത്തിലായ കാര്യത്തെ അവൻ ഹക്കായി മനസ്സിലാക്കുന്നു. എന്നാൽ വിശ്വാസികളാണെങ്കിലോ വലമൻ ഹദല്ലാഹ്, അല്ലാഹു പിന്നെ ഹിദായത്ത് കൊടുത്ത ആളുകളാണെങ്കിൽ ഫറഅൽ ഹഖ ഹഖൻ വൽ ബാത്തില ബാത്തില, ഹഖൻ ഹക്കായിക്കൊണ്ട് ബാത്തില ബാത്തിലായിക്കൊണ്ട് മനസ്സിലാക്കും. അതിന് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ മനസ്സിലാകുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കൃത്യമായിട്ടുള്ള ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇതൊന്നും അള്ളാഹു റസൂലും പഠിപ്പിച്ചതല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. കാരണം അത് ആഘോഷിക്കുന്ന ആൾക്കറിയാം, ഒരു വാശിക്ക് വേണ്ടി വീണ്ടും 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 ഇങ്ങനെ അതിന്റെ അലങ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലുമാണ് ദീനിന്റെ അതിരുകളും വരമ്പുകളും നിശ്ചയിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ ശ്രമിച്ചാൽ നമ്മൾ വഴികേടിലേക്ക് പോകുമെന്നല്ലാതെ അത് ചെയ്യുന്ന ആളുകളുടെ ആധിക്യമോ അതിന്റെ പൊലിവെ ഒരിക്കലും ഒരു വിശ്വാസിയെ വഞ്ചിക്കാൻ പാടില്ലെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാൻ, നമുക്കറിയാം ഇന്ന് ആഴ്ചയിലെ 1ാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ പള്ളിയുടെ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും കാര്യമായി കൂടുതൽ അത് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന എല്ലാവിധ ബിദ്അത്തുകളും വിട്ടുനിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കരങ്ങൾ അള്ളാഹു ദുർബലപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.